മനസ്സൊരു സക്രാരിയായി ഒരുക്കുകയാണിവിടെ. മനുഷ്യപുത്രൻ തൻ തിരുബലിയെ ഓർക്കുകയാണിവിടെ, ഓർക്കുകയാണിവിടെ. മനസ്സൊരു സക്രാരിയായി ഒരുക്കുകയാണിവിടെ. മനുഷ്യപുത്രൻ തൻ തിരുബലിയെ ഓർക്കുകയാണിവിടെ, ഓർക്കുകയാണിവിടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ. ഇന്ന് നമ്മൾ സന്തോഷത്തോടുകൂടെ ആഘോഷിക്കുന്ന തിരുനാൾ പരമപരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ. നമ്മുടെ ദൈവം ത്രിത്വയ്യ ദൈവം, ആ ത്രിത്വയ്യ ദൈവത്തിലെ 3 വ്യക്തികൾ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഈ 3 വ്യക്തികളെയും ഒരുമിച്ച് ഓർത്തുകൊണ്ട് ഇന്നത്തെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നു. പ്രവേശക പ്രഭിണത്തിൽ നമ്മൾ വായിക്കുന്നു, പിതാവായ ദൈവവും ദൈവത്തിൻ്റെ ജാതനായ ഏകപുത്രനും പരിശുദ്ധാത്മാവും വാഴ്ത്തപ്പെട്ടവനാകട്ടെ. എന്തെന്നാൽ അവിടുന്ന് തൻ്റെ കാരുണ്യം നമ്മളിലേക്ക് ചൊരിയുന്നു. ഈ സമയത്ത് നമ്മുടെ പാപങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ട് കർത്താവിനോട് മാപ്പ് ചോദിക്കുവാനുള്ള സമയമാണിത്. കർത്താവ് കരുണയുള്ള കർത്താവ്, നമ്മളെ പരിപാലിക്കുന്ന നമ്മുടെ ദൈവം നമ്മുടെ പാപങ്ങൾക്ക് മോചനം തന്ന് നമ്മളെ അനുഗ്രഹിക്കട്ടെ. സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തുപോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം നിങ്ങളിൽ കനിഞ്ഞ് പാപങ്ങൾ പൊറുത്ത് നിങ്ങളെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമൈക്കിതാ നന്ദി ചൊല്ലുന്നിവർ താഴ്മയായി. ദൈവമേ കർത്താവമങ്ങയെ വാഴ്ത്തുന്നു സ്വർലോകരാജനെ. സർവ്വ
കർത്താവാമങ്ങയെ വാഴ്ത്തുന്നു ദൈവത്തിൻ കുഞ്ഞാടേ, നാഥനാം ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാവനിഹന്താവേ, കാരുണ്യം തൂകണി ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിൻ്റെ പാർശ്വത്തിൽ നേർവലം ഭാഗത്തിരുന്നിടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവു തൻ നിത്യമഹിമാവിൻ തേജസ്സിൽ, പാവനാത്മാവു തൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവമേശുവേ. അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു താനേകനം നാഥനും, അങ്ങു മാത്രം പരമോന്നതൻ, ത്രിത്വൈക ദൈവമഹത്വത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, സത്യത്തിൻ്റെ വചനവും വിശുദ്ധീകരണത്തിൻ്റെ ആത്മാവും ലോകത്തിലേക്ക് അയച്ചുകൊണ്ട് അങ്ങേ അത്ഭുതകരമായ രഹസ്യം മനുഷ്യർക്ക് അങ്ങ് വെളിപ്പെടുത്തിയല്ലോ. സത്യവിശ്വാസത്തിൻ്റെ പ്രഘോഷണം വഴി നിത്യമായ ത്രിത്വത്തിൻ്റെ മഹത്വം അംഗീകരിക്കുവാനും മഹാപ്രഭാവമുള്ള ഏകത്വം ആരാധിക്കുവാനും ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് മോശ അതിരാവിലെ എഴുന്നേറ്റ് കൽപ്പലകകൾ കയ്യിലെടുത്ത് സീനായ് മലയിലേക്ക് കയറിപ്പോയി. കർത്താവ് മേഘത്തിലിറങ്ങി വന്ന് അവൻ്റെ അടുക്കൽ നിൽക്കുകയും കർത്താവ് എന്ന തൻ്റെ നാമം പ്രഖ്യാപിക്കുകയും ചെയ്തു. അവിടുന്ന് ഇപ്രകാരം ഉദ്ഘോഷിച്ചുകൊണ്ട് അവൻ്റെ മുൻപിലൂടെ കടന്നുപോയി. കർത്താവ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവം, കോപിക്കുന്നതിൽ വിമുഖൻ, സ്നേഹത്തിലും വിശ്വസ്തതയിലും അത്യുദാരൻ. മോശ ഉടനെ നിലംപറ്റെ കുമ്പിട്ടാരാധിച്ചു. അവൻ പറഞ്ഞു, അങ്ങ് എന്നിൽ സംപ്രീതനെങ്കിൽ കർത്താവെ, അങ്ങയോട് ഞാൻ അപേക്ഷിക്കുന്നു. ഞങ്ങൾ ദുഷ്ടാട്യക്കാരാണെങ്കിലും അങ്ങ് ഞങ്ങളോടുകൂടെ വരണമേ. ഞങ്ങളുടെ കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ഞങ്ങളെ അങ്ങയുടെ സ്വന്തമായി സ്വീകരിക്കുകയും ചെയ്യണമേ. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവ് എന്നുമെന്നും സ്തുത്യർഹനും അത്യുന്നതനുമാണ്. കർത്താവ് എന്നുമെന്നും സ്തുത്യർഹനും അത്യുന്നതനുമാണ്. അങ്ങ് എന്നുമെന്നും സ്തുത്യർഹനും അത്യുന്നതനുമാണ്. കർത്താവ് എന്നുമെന്നും സ്തുത്യർഹനും അത്യുന്നതനുമാണ്. അങ്ങയുടെ മഹത്വപൂർണമായ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. അത് എക്കാലവും എല്ലാറ്റിനുമുപരി മഹത്വപ്പെടുകയും സ്തുതിക്കപ്പെടുകയും ചെയ്യട്ടെ. കർത്താവ് എന്നുമെന്നും സ്തുത്യർഹനും അത്യുന്നതനുമാണ്. പരിശുദ്ധിയും മഹത്വവും നിറഞ്ഞു തുളുമ്പുന്ന അങ്ങയുടെ ആലയത്തിൽ അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. അങ്ങ് എന്നെന്നും പുകഴ്ത്തപ്പെടുകയും അത്യധികം മഹത്വപ്പെടുകയും ചെയ്യട്ടെ.
കർത്താവ് കർത്താവ് എന്നും എന്നും എന്നുമെന്നും സ്തുത്യർഹനും സ്തുതിയർഹനും അത്യുന്നതനുമാണ്. അത്യുന്നതനുമാണ്. രാജകീയ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന അങ്ങ് വാഴ്ത്തപ്പെട്ടവനാണ്. അങ്ങ് എന്നെന്നും പുകഴ്ത്തപ്പെടുകയും അത്യധികം ഉന്നതനായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കർത്താവ് എന്നും എന്നും എന്നുമെന്നും സ്തുത്യർഹനും സ്തുതിയർഹനും അത്യുന്നതനുമാണ്. അത്യുന്നതനുമാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ നിന്ന്: സഹോദരരെ, സന്തോഷിക്കുവിൻ, നിങ്ങളെ തന്നെ നവീകരിക്കുവിൻ, എൻ്റെ ആഹ്വാനം സ്വീകരിക്കുവിൻ, ഏക മനസ്സായിരിക്കുവിൻ, സമാധാനത്തിൽ ജീവിക്കുവിൻ. സ്നേഹത്തിൻ്റെയും ശാന്തിയുടെയും ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. വിശുദ്ധ ചുംബനം കൊണ്ട് അന്യോന്യം അഭിവാദനം ചെയ്യുവിൻ. വിശുദ്ധരെല്ലാവരും നിങ്ങളെ അഭിവാദനം ചെയ്യുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളേവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനുമായ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാൻ ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. അക്കാലത്ത് യേശു നിക്കോദേമസിനോട് അരുൾ ചെയ്തു: അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല. വിശ്വസിക്കാത്തവനോ ദൈവത്തിൻ്റെ ഏകജാതൻ്റെ നാമത്തിൽ വിശ്വസിക്കായിക മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ, പരമപരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാളിൻ്റെ എല്ലാ ആശംസകളും നിങ്ങൾക്ക് ഞാൻ നൽകുകയാണ്. ത്രിത്വൈക ദൈവം നമ്മളെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ക്രിസ്തീയ ആധ്യാത്മികതയുടെ അടിസ്ഥാനമാണ് പരിശുദ്ധ ത്രിത്വത്തിലുള്ള വിശ്വാസം. അതിനാൽ എല്ലാ ദിവസവും നമ്മൾ ജപമാല ചൊല്ലുമ്പോൾ നമ്മൾ വിശ്വാസ പ്രമാണം ചൊല്ലുന്നു. അതോടൊപ്പം ദിവ്യബലിയിൽ നമ്മൾ വിശ്വാസ പ്രമാണം ചൊല്ലുന്നു. നമ്മുടെ വിശ്വാസം നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. ത്രിത്വൈക ദൈവത്തിലുള്ള വിശ്വാസം നമ്മൾ പ്രഖ്യാപിച്ചുകൊണ്ട് ത്രിത്വൈക ദൈവത്തിൽ നമ്മൾ ആശ്രയിച്ചുകൊണ്ടുള്ള ഒരു ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്ന് നമ്മൾ പറയുകയാണ്. പ്രിയമുള്ളവരെ, ബന്ധമാണ് മനുഷ്യനെ ജീവിപ്പിക്കുക. ദൈവം തന്നെ ഒരു ബന്ധമാണ്. കാരണം ദൈവം സ്നേഹമാണ്. പിതാവ് സ്വയം മറന്ന് പുത്രനെ സ്നേഹിക്കുന്നു, പുത്രൻ പിതാവിനെയും സ്നേഹിക്കുന്നു. ഈ സ്നേഹം സംഭവിക്കുന്നത് കന്യായ പരിശുദ്ധാത്മാവിലൂടെയാണ്. പരിശുദ്ധാത്മാവ് കന്യായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് ആ വലിയ സ്നേഹബന്ധത്തെ എന്നും നിലനിർത്തുകയാണ് ചെയ്യുന്നത്. സൃഷ്ടികർമ്മത്തിലൂടെ
ദൈവമായ കർത്താവ് ഈ ലോകവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് കടന്നു വന്നു, പ്രപഞ്ചവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് ദൈവമായ കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചു, മനുഷ്യനെ ഈ പ്രപഞ്ചത്തിൻ്റെ അധിപതിയാക്കി മാറ്റി. ആദവും ഹവ്വായും പാപം ചെയ്തത് നിമിത്തം ആ ബന്ധം അറ്റുപോയി. ആ ബന്ധത്തിലേക്ക് മനുഷ്യരെ തിരിച്ചു കൊണ്ടുവരുവാൻ ദൈവപിതാവ് പുത്രനെ അയച്ചു. അങ്ങനെ പുത്രൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നു, രക്ഷാകര കർമ്മം നടത്തി നമ്മളെ ഓരോരുത്തരെയും ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് കടത്തിക്കൊണ്ടുവന്നു, നിത്യജീവനിലേക്ക് നമ്മളെ കടത്തിക്കൊണ്ടുവന്നു. ഈ നിത്യജീവൻ നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ദൈവമായ കർത്താവ് പരിശുദ്ധാത്മാവിനെ നൽകി. ആത്മാവിനെ അയച്ചുകൊണ്ട് നമ്മളെ ഓരോരുത്തരെയും നിലനിർത്തുകയാണ് ചെയ്യുന്നത്. ഈ ത്രിത്വൈക ദൈവ കൂട്ടായ്മയിലേക്ക് നമ്മൾ ഓരോരുത്തരും മാമോദീസ എന്ന കൂദാശയിലൂടെ എടുക്കപ്പെട്ടു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ആ വലിയ കൂട്ടായ്മയിൽ നിലനിൽക്കണമെന്ന് ദൈവപിതാവ് ആഗ്രഹിച്ചു. പ്രിയമുള്ളവരെ, ഈ കൂട്ടായ്മയിലുള്ള ജീവിതം, ദൈവവുമായിട്ടുള്ള ബന്ധത്തിലുള്ള ജീവിതം, ആ ജീവിതം എന്നെന്നും മുന്നോട്ട് പോകണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അത് ക്രിസ്തീയ ജീവിതത്തിലൂടെയാണ് സംഭവിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ സമൂഹം പരിശുദ്ധാത്മാവിൽ നിന്ന് പ്രേരണ ലഭിച്ചുകൊണ്ട് കർത്താവായ ഈശോയിൽ പിതാവിനെ ആരാധിക്കുന്ന ഒരു സമൂഹമാണ്. മാമോദീസ എന്ന കൂദാശയിലൂടെ നാം ദൈവമക്കളുടെ വലിയ കുടുംബത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. 1 യോഹന്നാനിലെ 3-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ തിരുവചനത്തിൽ എന്താണ് യോഹന്നാൻ പറയുന്നത്? കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചിരിക്കുന്നത്. നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നു. അങ്ങനെയാണ് താനും. ആ വലിയ കൂട്ടായ്മയിൽ നമ്മൾ ആയിക്കൊണ്ട് പിതൃപുത്ര ബന്ധത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് നമ്മൾ ജീവിക്കുന്നതിലേക്ക് കടന്നു വരുന്നു. അതിന് നമുക്ക് മാതൃക ആരാണ്? കർത്താവായ ഈശോയാണ്. ഈശോ തൻ്റെ ജീവിതത്തിൽ പരിപൂർണമായിട്ട് തൻ്റെ പിതാവിനെ അനുസരിച്ചുകൊണ്ട് ജീവിച്ചു. പിതാവിൻ്റെ ഹിതം തൻ്റെ ഭക്ഷണമാക്കിക്കൊണ്ട് ഓരോ നിമിഷവും ഈശോ ജീവിക്കുകയാണ് ചെയ്തത്. പിതാവായ ദൈവം തൻ്റെ പുത്രനിലൂടെ സംസാരിച്ചു. ഈശോ പറഞ്ഞു, പിതാവ് എന്നിൽ വസിക്കുന്നു, ഞാനും പിതാവിൽ വസിക്കുന്നു. അതുപോലെ നമ്മളും പിതാവുമായിട്ടുള്ള ബന്ധത്തിൽ നിലനിന്നുകൊണ്ട് നമ്മൾ ദൈവിക സന്നിധിയിൽ ആയിരുന്നുകൊണ്ട് ദൈവത്തിൽ ആയിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. പിതാവായ ദൈവം എന്തുമാത്രം സ്നേഹത്തിലായിരിക്കുന്നത് പോലെ നമ്മളും സ്നേഹത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് നമ്മുടെ സഹോദരങ്ങളെ എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ടുള്ള ഒരു ജീവിതത്തിലേക്ക് കടന്നു വരണം. ദൈവപിതാവ് നമ്മുടെ പിതാവാണ്. മൂത്ത സഹോദരൻ കർത്താവായ ഈശോയാണ്. മനുഷ്യരെല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, എല്ലാവരുമായിട്ടുള്ള വലിയ സ്നേഹബന്ധത്തിൽ നമ്മൾ നിലകൊള്ളണം, ആ കൂട്ടായ്മയിൽ ആയിരിക്കണം. അതിനായിട്ട് ദൈവമായ കർത്താവായ ഈശോയിലൂടെ നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകിയിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും നയിക്കും. അങ്ങനെ ആ കൂട്ടായ്മയിൽ നമുക്ക് നിലകൊള്ളുവാനായിട്ട് സാധിക്കും. ആ കൂട്ടായ്മയിൽ നമുക്ക് വളരുവാനായിട്ട് സാധിക്കും. പരിശുദ്ധ ത്രിത്വം മനുഷ്യ ഹൃദയങ്ങളിൽ വസിക്കുന്നു. ഈ പ്രസ്താവനയ്ക്ക് പ്രിയമുള്ളവരെ പശ്ചാത്തലം ഒരുക്കിയത് യൂദാ തദ്ദേവ്സാണ്. യൂദാ തദ്ദേവ്സ് ചോദിച്ച ചോദ്യത്തിന് കർത്താവായ ഈശോ ഉത്തരം നൽകുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 23-ാമത്തെ തിരുവചനത്തിൽ എന്താണ് ഈശോ പറയുന്നത്? എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കുന്നു. അപ്പോൾ എൻ്റെ പിതാവ് അയാളെ സ്നേഹിക്കുകയും ഞങ്ങൾ അയാളുടെ അടുക്കൽ വന്ന് അയാളിൽ വാസമുറപ്പിക്കുകയും ചെയ്യും.
പ്രിയമുള്ളവരെ, പരിശുദ്ധ ത്രിത്വം സ്വന്തം ഭവനത്തിൽ നിന്ന പോലെ നമ്മുടെ ഹൃദയത്തിൽ വന്നു വസിക്കുന്നു. അങ്ങനെ വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ എന്താണ്, കർത്താവായ ഈശോ അതിനായിട്ടൊരു വ്യവസ്ഥ നൽകുന്നുണ്ട്. ആ വ്യവസ്ഥ എന്താണ്? ആ വ്യവസ്ഥ ഇതാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 21-ാമത്തെ തിരുവചനം. എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും അവ പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നവൻ. കർത്താവായ ഈശോ ആഗ്രഹിക്കുന്നത് പോലെ നമ്മൾ ജീവിതത്തിൽ അതെല്ലാം പൂർത്തീകരിക്കണം എന്ന് പറയുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ 34-35 തിരുവചനങ്ങളിൽ കർത്താവായ ഈശോ പറയുന്നത് എന്താണ്? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾക്ക് പരസ്പര സ്നേഹമുണ്ടെങ്കിൽ അതുവഴി നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് എല്ലാവരും അറിയും. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ പരസ്പര സ്നേഹത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഈ കർത്താവായ ഈശോ നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലുള്ള സ്വാർത്ഥതകളുടെ കൂട് പൊട്ടിച്ച് നാം സഹോദരങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് നമുക്ക് എന്തുമാത്രം മറ്റുള്ളവരെ സഹായിക്കാമോ, മറ്റുള്ളവരെ സ്നേഹിക്കാമോ, അങ്ങനെയുള്ള ഒരു ജീവിതത്തിലേക്ക് കടന്നു വരണം. ആദിമസഭയിലേക്ക് നമ്മൾ പോകുമ്പോൾ ഈ കൂട്ടായ്മയുടെ ജീവിതം പ്രാവർത്തികമായിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്താണ് അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ 2-ാമത്തെ അധ്യായത്തിൽ 42-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് 4 കാര്യങ്ങൾ. 1, പ്രബോധനം. അപ്പോസ്തലന്മാരുടെ പ്രബോധനം. ആ പ്രബോധനം അനുസരിച്ച്, അവരുടെ പഠിപ്പിക്കൽ അനുസരിച്ച് മുന്നോട്ട് പോയി. നമുക്കാണെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് സഭയുണ്ട്. സഭ നമ്മളെ എന്താണ് പഠിപ്പിക്കുന്നത് അതനുസരിച്ച് നമ്മൾ ജീവിക്കണം. കൂട്ടായ്മ, സഭയിലെ കൂട്ടായ്മ, പരസ്പര സ്നേഹബന്ധത്തിൽ ആയിക്കൊണ്ടുള്ള കൂട്ടായ്മ. അപ്പം മുറിക്കൽ 3-ാമത്തത്. അതെന്താണ്? പരിശുദ്ധ കുർബാന. അതോടൊപ്പം 4-ാമത്തെ പോയിൻ്റ് പ്രാർത്ഥന. ഈ 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് പോകുമ്പോൾ പരിശുദ്ധ ത്രിത്വത്തിലുള്ള സഹവാസത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ് ചെയ്യുന്നത്. അപ്പോസ്തല പ്രവർത്തനങ്ങളിലെ 2-ാമത്തെ അധ്യായത്തിൽ 45-ാമത്തെ തിരുവചനത്തിൽ എന്താണ് നമ്മൾ വായിക്കുന്നത്? അവർ തങ്ങളുടെ സ്വത്തുക്കളും വസ്തുവകളും വിറ്റ് ആവശ്യാനുസരണം എല്ലാവർക്കും വീതിച്ചു. വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരു ആത്മാവും ആയിരുന്നു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4-ാമത്തെ അധ്യായത്തിലെ 34-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താണ്? അവരുടെ ഇടയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ആരും ഉണ്ടായിരുന്നില്ല. കാരണം സാമ്പത്തികമുള്ളവർ മറ്റുള്ളവരുമായിട്ട് പങ്കുവെച്ചുകൊണ്ട് അവർ എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കിയപ്പോൾ എന്താണ്? ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ഇല്ലാത്ത അവസ്ഥയിലേക്ക് കടന്നു വന്നു. ത്രിയേക ദൈവവുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് ജീവിക്കുമ്പോൾ ആ ത്രിത്വയ ദൈവത്തിൻ്റെ കൂട്ടായ്മ നമ്മുടെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അങ്ങനെ ആ ത്രിത്വയ ദൈവ കൂട്ടായ്മയിലേക്ക് കടന്നു വന്നുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം ധന്യമായ ജീവിതം ആയി മാറുകയാണ് ചെയ്യുന്നത്. അതിനുള്ള കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, ദൈവം നമ്മിൽ വസിക്കുന്നു. ഈ സത്യം നമ്മൾ അനുഭവിച്ചറിയേണ്ടതാണ്. ഈ സത്യം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ആനന്ദത്തിലേക്ക് കടന്നു വരേണ്ടതാണ്. വിശുദ്ധ തോമസ് അക്വീനസ് 3 കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. 1-ാമത്തത് എന്താണ്? തൻ്റെ അധികാരത്താൽ ദൈവം നമ്മളിൽ വസിക്കുന്നു. ദൈവം സകലത്തിൻ്റെയും നാഥനാണല്ലോ. സമസ്തവും അവിടെ നിന്നാണല്ലോ സൃഷ്ടിച്ചത്, അവിടെ നിന്നാണല്ലോ പരിപാലിക്കുന്നത്. ആ ദൈവം തൻ്റെ അധികാരത്താൽ നമ്മോടൊപ്പമുണ്ട്. 2-ാമത്തെ കാര്യം വിശുദ്ധ തോമസ് അക്വീനോസ് പറയുന്നത്, തൻ്റെ സാന്നിധ്യത്താൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുകയാണ്. ദൈവം നമ്മളെ സൃഷ്ടിച്ചു, നമ്മളെ പരിപാലിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് നമ്മിൽ നിന്ന് അകന്നിരിക്കുവാനായിട്ട് സാധിക്കുകയില്ല.
ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും നമ്മുടെ ജീവിതത്തിലുണ്ട്. പ്രിയമുള്ളവരെ, മൂന്നാമത്തേതിലേക്ക് കടന്നു വരുമ്പോൾ സത്തയിൽ ദൈവം നമ്മോടൊപ്പമുണ്ട് എന്ന് പറയുന്നു. സകലത്തിനും ജീവനും പ്രവർത്തനശേഷിയും നൽകുന്നത് ദൈവമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുന്നേറണമെന്നുണ്ടെങ്കിൽ, ശക്തി ലഭിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം. 1 കൊറിന്തോസ്കാർക്ക് എഴുതിക്കേണ്ട വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ 3-ാമത്തെ അധ്യായത്തിൽ 17-ാമത്തെ തിരുവചനത്തിൽ പറയുന്നത് എന്താണ്? ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാകുന്നു. ആ ആലയം നിങ്ങൾ തന്നെയാണ്. ദൈവം നമ്മളിൽ ജീവിക്കുകയാണ്, നമ്മളിൽ ചരിക്കുകയാണ്, നിലനിൽക്കുകയാണ് എന്നാണ് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 17-ാമത്തെ അധ്യായത്തിൽ 28-ാമത്തെ തിരുവചനത്തിൽ പറയുന്നത്. അതിസ്വാഭാവിക തലത്തിൽ ദൈവമായ കർത്താവ് നമുക്കോരോരുത്തർക്കും വരപ്രസാദങ്ങൾ നൽകി നമ്മളെ അനുഗ്രഹിക്കുന്നു. അങ്ങനെ ദൈവവുമായിട്ടുള്ള വലിയ ബന്ധത്തിലേക്ക്, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന ആ വലിയ ബന്ധത്തിലേക്ക് നമുക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കുന്നു. പ്രിയമുള്ളവരെ, പിതാവായ ദൈവം ഒരു സ്നേഹിതനെ പോലെ നമ്മോടൊപ്പം ആയിരിക്കുന്നു. പരിശുദ്ധാത്മാവ് ഒരു സഹായിയെ പോലെ നമ്മളിലേക്ക് കടന്നു വരുന്നു. വിശുദ്ധീകരണം നമുക്ക് നൽകിക്കൊണ്ട് നമ്മളെ നയിക്കുന്നു. കർത്താവായ ഈശോ രക്ഷകൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏതെങ്കിലും വിധത്തിലുള്ള പാകപ്പിഴകൾ വരികയാണെങ്കിൽ അതിൽ നിന്നെല്ലാത്തിൽ നിന്നും രക്ഷ നൽകി നമ്മളെ നയിക്കുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, യോഹന്നാൻ്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ 14-ാമത്തെ തിരുവചനത്തിൽ പറയുന്നത് എന്താണ്? വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, നമ്മൾ അവിടുത്തെ മഹത്വം, കൃപയും സത്യവും നിറഞ്ഞതായ പിതാവിൽ നിന്നുള്ള ഏകജാതൻ്റെ മഹത്വം ദർശിച്ചു. അപ്പോൾ പ്രിയമുള്ളവരെ, കർത്താവായ ഈശോയിലൂടെ ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. കൃപയും സത്യവും നിറഞ്ഞതുമായ മഹത്വം, ആ മഹത്വം നമുക്ക് ലഭിക്കുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം ധന്യമായ ജീവിതമായി മാറുകയാണ് ചെയ്യുന്നത്. ദൈവപിതാവ് തൻ്റെ തിരുക്കുമാരനെ ഈ ലോകത്തിലേക്ക് അയച്ചു. ഇമ്മാനുവലായ ദൈവം നമ്മോടുകൂടെ ആകുന്ന ദൈവം. പ്രിയമുള്ളവരെ, കർത്താവായ ഈശോ ഈ ലോകത്തിൽ കടന്നു വന്ന മനുഷ്യരുടെ സഹവാസത്തിലേക്ക് കടന്നു വന്നു. കർത്താവായ ഈശോയുടെ ജീവിതാനുഭവങ്ങൾ, വിശപ്പും ദാഹവും ക്ഷീണവും ജോലിയും ആർദ്രതയും എല്ലാം നമ്മളിലേക്ക് കടന്നു വരുന്നു. ഈശോ നമ്മളെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ജീവിതത്തിലേക്ക് കടന്നു വന്നു. പാപമൊഴികെ ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും നമ്മളെപ്പോലെ ആകാനായി കർത്താവായ ഈശോ ആഗ്രഹിച്ചു. അതിനായിട്ട് തന്നെ തന്നെ ശൂന്യനാക്കി മാറ്റുകയാണ് ചെയ്തത്. പ്രിയമുള്ളവരെ, ആ ശൂന്യത എവിടം വരെ കടന്നു വന്നു? പരിശുദ്ധ കുർബാന വരെ കടന്നു വന്നു. പരിശുദ്ധ കുർബാനയിൽ നമുക്കറിയാം, അപ്പവും വീഞ്ഞും ഈശോയുടെ മാംസരക്തങ്ങളായി മാറുന്നു, നമ്മുടെ ഭക്ഷണപാനീയങ്ങളായി മാറുന്നു. അത്രയും താഴ്ന്ന ലെവലിലേക്ക് കർത്താവായ ഈശോ കടന്നു വരികയാണ് ചെയ്തത്. കാരണം ഈശോ നമ്മളെ സ്നേഹിക്കുന്നു. ഫിലിപ്പിയാക്കാർക്ക് എഴുതിക്കേണ്ട വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ 2-ാമത്തെ അധ്യായത്തിൽ 7-8 തിരുവചനങ്ങൾ പറയുന്നത് എന്താണ്? അവിടുന്ന് സ്വയം ശൂന്യനാക്കിക്കൊണ്ട് ദാസൻ്റെ പ്രകൃതി സ്വീകരിച്ച് അവിടുന്ന് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്ന രൂപത്തിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. അതെ, കുരിശു മരണം വരെ അനുസരണമുള്ളവനായിത്തീർന്ന് അവിടുന്ന് സ്വയം വിനീതനാക്കി. അത്രത്തോളം താഴ്മയിലേക്ക് കടന്നു വന്നു എന്നാണ് പറയുന്നത്. ദൈവം നമ്മിൽ വന്ന് വസിക്കുന്നു എന്നുള്ള ആ ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കേണ്ടതാണ്. ഈ ബോധ്യം നമുക്ക് ധൈര്യം തരുന്നു, നമുക്ക് ശക്തി പകർന്നു തരുന്നു. നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യുവാനായിട്ടുള്ള കൃപ നമുക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ പഴയ നിയമത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പുറപ്പാടിൻ്റെ സംഭവമാണ് ഏറ്റവും വലിയ സംഭവം. ആ സംഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രിയമുള്ളവരെ, ദൈവമായ കർത്താവ് മേഘസ്തംഭമായിട്ട്, അഗ്നിസ്തംഭമായിട്ട് അവരുടെ കൂടെ നടന്നു. ദൈവത്തിൻ്റെ ആ സാന്നിധ്യം അവർക്ക് വലിയ അനുഭവമായി മാറി, അവർക്ക് ബോധ്യമായി മാറി.
ദൈവത്തിൻ്റെ തൃക്കരം അവരോടൊപ്പം ഉണ്ടായെന്ന്. പ്രിയമുള്ളവരെ, ഫിലിസ്ത്യരുടെ നേതാവായ ഗോലിയാത്തിനെ നേരിടുവാനും പരാജയപ്പെടുത്തുവാനും ദാവീദിന് എങ്ങനെ സാധിച്ചു? കാരണം ഇതാണ്, ദാവീദ് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചു. ആ സാന്നിധ്യം അനുഭവിച്ചപ്പോൾ ദാവീദിന് ശക്തിയും കരുത്തും ലഭിച്ചു. ദാവീദ് മുന്നോട്ട് പോയി ആ ഗോലിയാത്തിനെ എഴുത് താഴ്ത്തി വിടുകയാണ് ചെയ്തത്. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിലേക്ക് ഒഴുകും. പരിശുദ്ധാത്മാവിൻ്റെ ദിവ്യ സാന്നിധ്യം നമ്മളിൽ ഉണ്ടാകും. അങ്ങനെ നമ്മളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ട വ്യക്തികളായി മാറും. അതിനുള്ള കൃപാവരം നിങ്ങൾക്ക് ലഭിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ നിറവിലൂടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സ്നേഹവും നിങ്ങൾക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റുന്നുകൊണ്ട് വിശ്വാസ പ്രമാണം നമുക്ക് ഏറ്റുചൊല്ലാം. ഏകനാം ദൈവത്തിൽ വിശ്വസിക്കുന്നേ, ആകാശത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യാദൃശ്യങ്ങളാം എല്ലാറ്റിന്റെയും സൃഷ്ടാവും സർവൈക ശക്തനുമായ ദൈവപിതാവിൽ ഞാൻ വിശ്വസിക്കുന്നേ. എല്ലാ യുഗങ്ങൾക്കും മുൻപു പിതാവിൽ നിന്നു ജനിച്ചൊരു ദൈവസുതനും ഏകനാം ജാതനും നാഥനുമായ ക്രിസ്തുവാമീശോയിൽ വിശ്വസിക്കുന്നേ. ദൈവത്തിൽ നിന്നുള്ള ദൈവമാണെന്നും ദീപ്തിയിൽ നിന്നുള്ള ദീപ്തിയാണെന്നും സത്യദൈവം തന്നിൽ നിന്നുള്ള സാക്ഷാൽ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നേ. ജാതനാണെങ്കിലും സൃഷ്ടനല്ലെന്നും സത്തയിൽ താതനോടേകനാണെന്നും സർവവും താൻ വഴി സൃഷ്ടമായെന്നും സന്തതം ഞാനേവം വിശ്വസിക്കുന്നേ. നമ്മൾക്കും നമ്മൾ തൻ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിന്നും ഇറങ്ങി പാരിൽ കന്യാമറിയത്തിൽ നിന്നോരുഹായ ധന്യ ശരീരമെടുത്തു നരരായി. പോന്തിയോസ് പീലാത്തോസ് വാണിടും നാളിൽ നമ്മൾക്കായി ഘോരമാം പീഠകളേറ്റു ക്രൂശിൽ മരിച്ചു സംസ്കാരവുമാർന്നു വിശ്വസിക്കുന്നേ നീ സത്യങ്ങളെല്ലാം. മുന്നം ലിഖിതങ്ങൾ ചൊന്നതുപോലെ മൂന്നാം ദിവസമുയർത്തെഴുന്നേറ്റു സ്വർഗത്തിലേറിയിരുന്നരുളുന്നു തൻ പിതാവിൻ വലം പാർശ്വത്തിലായി. ജീവിപ്പോരെയും മരിച്ചവരെയും ന്യായം വിധിക്കാൻ പ്രതാപങ്ങളോടെ വീണ്ടും വരും അന്തമില്ലാത്തതാണ് തൻ വാഴ്ചയെന്നതും വിശ്വസിക്കുന്നേ. താതനിൽ നിന്നും തനയരിൽ നിന്നും ചെമ്മി പുറപ്പെടും പാവനാത്മാവിൽ താതനും ജാതനും ഒന്നിച്ചു നിത്യം സ്തുത്യനും പൂജ്യനുമാകും റൂഹായിൽ. വേദപ്രവാചകന്മാർ വഴിയെല്ലാം നമ്മോടരുൾ
ചെയ്ത ജീവദാതാവും കർത്താവുമായുള്ള പാവനാത്മാവിൽ ഏറ്റം ഉറപ്പായി വിശ്വസിക്കുന്നേ. വിശ്വസിക്കുന്നു ഞാൻ ഏകവിശുദ്ധ കത്തോലിക്ക അപ്പസ്തോലിക്ക സഭയിൽ പാപവിമോചനമേകുന്നോരേക ജ്ഞാനസ്നാനം ഭക്ത്യാ പ്രഖ്യാപിക്കുന്നേ. മൃത്യു വരിച്ചവർക്കുള്ളോരുയിർപ്പും നിത്യപരലോക ജീവിതവും ഞാൻ വിശ്വസിച്ചേറ്റമുറപ്പായിഹത്തിൽ പ്രത്യാശയോടിത കാത്തിരിക്കുന്നേ. ആ ആ, ആ, പ്രിയ സഹോദരരെ, ഈ പെസഹ സന്തോഷത്തിൽ കൂടുതൽ തീഷ്ണതയോടെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. തൻ്റെ പ്രിയപുത്രൻ്റെ പ്രാർത്ഥനകളും യാചനകളും ശ്രവിച്ച അവിടുന്ന് നമ്മുടെ താഴ്മയെയും കാരുണ്യപൂർവ്വം കടാക്ഷിക്കുമാറാകട്ടെ. നല്ല ഇടയൻ ഫലമേൽപ്പിച്ച അജഗണത്തെ നമ്മുടെ ആത്മാക്കളുടെ അജപാലകർ കരുതലോടെ നയിക്കുന്നതിന് പ്രാപ്തരാകുവാൻ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ക്രിസ്തുനാഥൻ പ്രദാനം ചെയ്ത സമാധാനം ലോകം മുഴുവനും പരിപൂർണമായി അനുഭവിക്കുവാൻ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ക്ലേശിതരായ നമ്മുടെ സഹോദരർ സ്വന്തം വേദനകൾ ആർക്കും തങ്ങളിൽ നിന്ന് എടുത്തു മാറ്റുവാൻ കഴിയാത്ത സന്തോഷമാക്കി തീർക്കുന്നതിന് വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ദൈവിക സന്നിധിയിലേക്ക് ഉയർത്താം. ദൈവമേ, ഈ കാലയളവിലെ മനുഷ്യരുടെ ജീവിതം നിരവധി ആവശ്യങ്ങളുടെ സമ്മർദ്ദത്തിന് വിധേയമാണെന്ന് അങ്ങ് അറിയുന്നുവല്ലോ. അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരുടെ അഭിലാഷങ്ങൾ ശ്രവിക്കുകയും അങ്ങിൽ വിശ്വസിക്കുന്നവരുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ബലിയായി എല്ലാം നൽകാനായി അങ്ങേ മുൻപിൽ അണയുന്നവരെ യേശുവേ കരുണാമയ കനിവോടെ കൈക്കൊള്ളണേ, കനിവോടെ കൈക്കൊള്ളണേ. ഈശോനാഥ, ഈ യാഗത്തിൽ ത്യാഗത്തോടെ ഞാനും ചേരാം. ആനന്ദത്തിൻ പൂന്തേനരുവി അവിരാമമായി ഒഴുകും നടയിൽ സ്തുതികൾ തോരാതെ പാടാം. ഞാൻ എന്നെ കാഴ്ചയേകാം, സ്തുതികൾ തോരാതെ പാടാം. ഞാൻ എന്നെ കാഴ്ചയേകാം. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമായിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേ നാമം വിളിച്ചപേക്ഷിക്കുന്നത് വഴി ഞങ്ങളുടെ ശുശ്രൂഷയുടെ ഈ കാഴ്ചദ്രവ്യങ്ങൾ അങ്ങ് പവിത്രീകരിക്കുകയും
അവയാൽ ഞങ്ങളെ തന്നെ അങ്ങേക്ക് നിത്യമായ ഒരു കാഴ്ചവസ്തുവായി മാറ്റുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുക ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അങ്ങേ ജാതനായ ഏകപുത്രനോടും പരിശുദ്ധാത്മാവോടും കൂടെ അങ്ങ് ഏക ദൈവവും ഏക കർത്താവുമാകുന്നു എന്ന ഒരു വ്യക്തിയുടെ ഏകത്വത്തിലല്ല, പ്രത്യുത ഒരു സത്തയുടെ ത്രിത്വത്തിലാണല്ലോ. എന്തെന്നാൽ അങ്ങേ മഹത്വത്തെക്കുറിച്ച് അങ്ങ് വെളിപ്പെടുത്തുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നു. അത് അങ്ങേ പുത്രനെക്കുറിച്ചും പരിശുദ്ധാത്മാവിനെക്കുറിച്ചും ഒരു വ്യത്യാസവുമില്ലാതെ ഞങ്ങൾ അനുഭവിച്ചറിയുന്നു. അങ്ങനെ സത്യവും സനാതനവുമായ ദൈവത്വത്തിൻ്റെ പ്രഖ്യാപനത്തിലൂടെ വ്യക്തിയിലുള്ള തന്മയും സത്തയിലുള്ള ഏകത്വവും മഹിമയുള്ള തുല്യതയും ആരാധിക്കപ്പെടുന്നു. മാലാഖമാരോടും വിശുദ്ധരോടും സറാഫുകളോടും അങ്ങയെ പ്രകീർത്തിക്കുന്നു. അവർ നിത്യേന അവിരാമം ഏകസ്വരത്തിൽ സ്തുതിച്ചുകൊണ്ട് ഉദ്ഘോഷിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ 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 ദൈവം പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ 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 ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമമതിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ
യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങേ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടുകൂടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ കുർബാനയിലെ ഏറ്റവും വലിയ സ്തുതിപ്പ്. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങൾ രക്ഷിച്ചുകൊള്ളണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച്
ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേണ്ടതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല, പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൽ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ ദിവ്യ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ഈ ദിവ്യ കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവരായ നാം ഓരോരുത്തരും ഭാഗ്യമുള്ളവരാണ്. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. തിരുവൂസ്തിരൂപനായി എന്നിൽ അണയുന്ന കാരുണ്യരൂപൻ ഈശോ. തിരുവൂസ്തിരൂപനായി എന്നിൽ അണയുന്ന കാരുണ്യരൂപൻ ഈശോ. ജീവന്റെ അപ്പമായി എന്നിൽ ലയിക്കുവാൻ കാരുണ്യമായി തീർന്ന സ്നേഹം, ദിവ്യകാരുണ്യമായി തീർന്ന സ്നേഹം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഈ കൂദാശയുടെ സ്വീകരണം നിത്യവും പരിശുദ്ധവുമായ ത്രിത്വത്തിൻ്റെയും അവിടുത്തെ വ്യക്തിപരമായ ഏകത്വത്തിൻ്റെയും പ്രഖ്യാപനവും ഞങ്ങളുടെ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും ആരോഗ്യത്തിന് ഉപകരിക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. ശിരസ് നമിക്കുക. കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കുക. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഓരോരുത്തരെയും ആശീർവദിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ദിവ്യപൂജ സമാപിച്ചു. നന്ദി.